നമസ്കാരം എല്ലാവർക്കും mynotebookലേക്ക് സ്വാഗതം. കേരള ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിന്റെ സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓൾറെഡി കേരള ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിന്റെ മുൻപത്തെ വീഡിയോസ് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനുള്ള കുറച്ച് വീഡിയോസും അതിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസ് ഫ്രം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഒരു 75 ക്വസ്റ്റ്യൻസ് നമുക്ക് ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യാം. National emergency was declared for the first time in India. National emergency was declared for the first time in India. ഇന്ത്യയിൽ ആദ്യമായിട്ട് അടിയന്തരാവസ്ഥ അല്ലെങ്കിൽ നാഷണൽ എമർജൻസി കൊണ്ടുവന്നത് 1962 How many times the president declared national emergency? എത്ര തവണയാണ് പ്രസിഡന്റ് നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്തത്? എത്ര തവണയാണ്? 3 തവണയാണ്. 3 times. How many times the president declared national emergency? 3 times. Who was the Prime Minister of India when right to property was deleted from the list of fundamental right? Right to property, സ്വത്തവകാശത്തിനുള്ള അവകാശം, അത് ലിസ്റ്റ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സിൽ നിന്നും റിമൂവ് ചെയ്തത് ആര് പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴാണ്? മൊറാർജി ദേശായി. Who was the chairman of cabinet mission? ആരായിരുന്നു ക്യാബിനറ്റ് മിഷന്റെ ചെയർമാൻ? പെത്വിക് ലോറൻസ്. Who was the first acting president of India? V.V. Giri. Which article of the Constitution is related to equal opportunity in all matters of public employment? Which article related to equal opportunity in matters of public employment? Article 16 ആണ് equal opportunity in employment. The total number of elected members of രാജ്യസഭയുടെ elected members ന്റെ number 238 ആണ്. The residuary powers means എന്താണ് residuary powers? The powers not included in any of the three list എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. The powers not included in any of the three lists. The fundamental duties were incorporated in the constitution by fundamental duties, മൗലിക കടമകൾ, അത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് 42nd അമെന്റ്മെന്റിലൂടെയാണ്. 42nd അമെന്റ്മെന്റ്. ഈ ഓരോ ഇമ്പോർട്ടന്റ് അമെന്റ്മെന്റ്സിനെ പറ്റി ഒരു കോഡ് ചെയ്തൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റ് ആയിട്ടും കൊടുക്കാം. നിങ്ങൾ കാണാൻ ശ്രദ്ധിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. Which article specifies official language of the union? Article 343 ആണ് ഒഫീഷ്യൽ ലാംഗ്വേജിനെ പറ്റി പറയുന്നത്. Which article is related to the power of governor to issue ordinances? ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ ഗവർണർക്ക് അധികാരം കൊടുക്കുന്നത് ഏതാണ്? ആർട്ടിക്കിൾ 213. Which part of the constitution contains amendment provision? അല്ലെങ്കിൽ ഭരണഘടനാ ഭേദഗതിക്കുള്ള പ്രൊവിഷൻ കൊടുക്കുന്ന ഏത് പാർട്ടാണെന്നാണ്? പാർട്ട് 20. Who presented the objective resolution in the Constituent Assembly? ആരാണ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ പ്രസന്റ് ചെയ്തത്? ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ബൈ ജവഹർലാൽ നെഹ്റു. Which part of the Indian Constitution deals with the protection of monuments and places of national importance? ദേശീയ പ്രാധാന്യമുള്ളതും അതുപോലെ ചരിത്ര സ്മാരകങ്ങളും ഒക്കെ പ്രൊട്ടക്ട് ചെയ്യണം എന്ന് പറയുന്നത് പാർട്ട് 4ലാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പാർട്ട് 4. How many schedules were there in the original constitution of India? ഇന്ത്യയുടെ ആദ്യം ക്രിയേറ്റ് ചെയ്ത ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ വിത്തൗട്ട് എനി അമെന്റ്മെന്റ് എത്ര ഷെഡ്യൂൾസ് ഉണ്ടായിരുന്നു? എത്രയാണ്? 8 ഷെഡ്യൂൾസ്. Who is the highest law officer of a state? ഒരു സ്റ്റേറ്റിന്റെ ഹയസ്റ്റ് ലോ ഓഫീസർ ഈസ് അഡ്വക്കേറ്റ് ജനറൽ. Which part of the Indian constitution deals with the union judiciary? യൂണിയൻ ജുഡീഷ്യറിയുമായിട്ട് ഡീൽ ചെയ്യുന്ന പാർട്ട് 5 ആണ്. What is the age of retirement of the president? There is no age of retirement of the president. Division of powers between the center and states listed in which schedule? Division of power between the center and state. സ്റ്റേറ്റിനും അതായത് കേന്ദ്രത്തിനും സംസ്ഥാനത്തിനിടയിൽ പവേഴ്സ് ഡിവൈഡ് ചെയ്യുന്നത് 7th ഷെഡ്യൂളിലാണ് പറയുന്നത്. 7th ഷെഡ്യൂൾ. Which writ literally means what is your authority? എന്ന് ചോദിക്കുന്ന ആ റിട്ട് ഏതാണ്? ക്യോ വാറന്റോ.
Which article empowers the president to appoint Prime Minister of India? Prime Minister of India appoint ചെയ്യാൻ പ്രസിഡന്റിന് empower ചെയ്യുന്ന article 75. Which article ensures freedom of press in India? Freedom of press in India, article 19. Article 19. Anti-defection law was included in which schedule? Anti-defection law was included in which schedule? 10th schedule. The judges of the district courts are appointed by. The judges of the district courts are appointed by governor of the state. Governor of the state. What is the minimum age to become the Prime Minister of India? 25. What is the minimum age to become the Prime Minister of India? How many members represented the Union territories in Lok Sabha? Union territories in Lok Sabha represent ചെയ്യുന്ന എത്ര പേരാണ്? 20 പേരാണ്. Who was the chairman of Fundamental Rights Subcommittee in the Constituent Assembly? Fundamental Rights Subcommittee അതിന്റെ ചെയർമാൻ ആരായിരുന്നു? JB Kripalani. Directive principles are included in which part of the constitution? Directive principles are included in part 4. The joint sitting of the parliament was first convened in. Joint sitting of the parliament ആദ്യം നടന്നത് 1961-ലാണ്. Which part of the Indian Constitution of India deals with the municipality? മുനിസിപ്പാലിറ്റിയുമായിട്ട് ഡീൽ ചെയ്യുന്നത് ഏത് പാർട്ടാണ്? പാർട്ട് 9A. The Election Commission of India was set upon. Election Commission of India was set upon 25th January 1950. The National Human Rights Commission is in. The National Human Rights Commission വന്നത് എന്നാണ്? 12th October 1993. 12th October 1993. Sixth schedule of the Indian Constitution deals with the sixth schedule that deals with the tribal areas. Under which constitutional amendment privy purses were abolished? Privy purses abolished ചെയ്തത് 26th Amendment Act 1971 ആണ്. ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ സമയത്തായിരുന്നു 26th Amendment Act 1971. When did the drafting committee appointed? Drafting committee was appointed on 29th August 1947. 29th August 1947. Dash act as the guardian of Indian Constitution. Supreme Court is the guardian of Indian Constitution. How many members of the State Legislative Council are elected by the Assembly? State Legislative Council എത്ര പേരാണ് elected ആയിട്ടുള്ളത്? 1/3 of the members are elected. The first session of the Constituent Assembly met at Delhi began on 9 December 1946. First session of the Constituent Assembly എവിടെയായിരുന്നു? ഡൽഹി. And that began on ഡൽഹിയിൽ സ്റ്റാർട്ട് ചെയ്തത്. ഡൽഹിയിൽ ഫസ്റ്റ് വരുന്നത് 9 December 1946. The system of proportional representation is used in the election of. System of proportional representation, ആനുപാതിക പ്രാതിനിധ്യം, അത് എപ്പോഴായിരുന്നു? പ്രസിഡന്റ് ആണ്. ആ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുമ്പോഴാണ് പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ വരുന്നത്. Which union territory has the largest number of members in Rajya Sabha? Delhi. Delhi has the largest number of members in Rajya Sabha. National Commission for Backward Classes was set up in. National Commission for Backward Classes was set up in 1993. The Prime Minister, who is known as the father of Indian economic reforms, Indian economic reforms in the പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീ PV Narasimha Rao, who had said that the preamble is the keynote to the constitution. Preamble നെ പറ്റി ഒരുപാട് ഡെഫിനേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് വേർഡ്സ് പറയുന്നിട്ടുണ്ട്. അതില് ആരാണ് preamble is the keynote to the constitution എന്ന് പറഞ്ഞത്? It is Ernest Barker. In our constitution, education is listed in which list? Education is in concurrent list. Which part of the Indian constitution contains emergency provision? Emergency provision ഏത് പാർട്ടിലാണുള്ളത്? Emergency provision 18th പാർട്ടിലാണുള്ളത്. 18.
Which amendment declares Delhi as the national capital territory of India? In ഡൽഹിയിലെ നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി എന്ന് പറഞ്ഞ അമെൻമെന്റ് ആണ് 69th amendment. Which article deals with finance commission? ഫിനാൻസ് കമ്മീഷനുമായി ഡീൽ ചെയ്യുന്ന ആർട്ടിക്കിൾ 280. ആർട്ടിക്കിൾ 280. ആർട്ടിക്കിൾ 214 to 231 deals with High Court. Article 213 to 231 deals with the High Court. Article 148 provide. Article 148 ആരെ പറ്റിയാണ് പറയുന്നത്? Controller Auditor General, Controller and Auditor General and Independent Office of CAG ആണ് 148 ആർട്ടിക്കിളിൽ പറയുന്നത്. Which article of the Constitution deals with the impeachment of the President? Impeachment of the President, Article 61. Which schedule of the Constitution was added by the first amendment of the Constitution? ആദ്യത്തെ ഭരണഘടനാ ഭേദഗതിയിൽ ആഡ് ചെയ്ത ഷെഡ്യൂൾ 9th ഷെഡ്യൂൾ. Promotion of international peace and security is entitled in. International peace and security അത് പ്രൊമോട്ട് ചെയ്യുന്നത് ആർട്ടിക്കിൾ 51ലാണ്. ആർട്ടിക്കിൾ 51. Indian Parliament passed the Untouchability Offences Act in the year. Untouchability Offences Act പാസ്സാക്കിയത് 1955. Under which article of the Constitution a citizen can approach the High Court if he has been denied fundamental rights? ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് if he has been denied fundamental rights ഹൈക്കോർട്ടിനെ അപ്രോച്ച് ചെയ്യുന്നത്? ആർട്ടിക്കിൾ 226. The amendment that made the right to free and compulsory education, it is a fundamental right. ആക്കിയത് ഏത് അമെൻമെന്റിലാണ്? റൈറ്റ് ടു ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആക്കിയത് 86th amendment ആണ്. The number of members from Rajya to the Public Accounts Committee. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിലേക്ക് രാജ്യസഭയിൽ നിന്ന് ഉള്ള മെമ്പേഴ്സിന്റെ നമ്പർ 7 ആണ്. 7 numbers ആണ്. The first South India state to implement Panchayati Raj. പഞ്ചായത്ത് രാജ് ആദ്യമായിട്ട് കൊണ്ടുവന്ന സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ് ആന്ധ്രാപ്രദേശ്. The item communication is listed in which list? Communication, യൂണിയൻ ലിസ്റ്റ്. കുറച്ചു മുമ്പ് നമ്മൾ എഡ്യൂക്കേഷൻ പറഞ്ഞു, കൺകറന്റ് ലിസ്റ്റ് ആയിരുന്നു. എന്താണ് കൺകറന്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ് എന്നുള്ള വീഡിയോ താഴെ കൊടുക്കാം. Which constitutional amendment is known as mini constitution? ഏത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റിനെയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്? 42ാമത്തെ അമെൻമെന്റ് ആണ്. 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ബോറോഡ് ദ സിസ്റ്റം ഓഫ് സ്പീക്കർ എന്ന ആ ഒരു ഐഡിയ കൊണ്ടുവന്നത് അല്ലെങ്കിൽ ബോറോ ചെയ്ത് ഫ്രം ബ്രിട്ടൻ. ഹു വാസ് ദ ചെയർമാൻ ഓഫ് ഫസ്റ്റ് ഫിനാൻസ് കമ്മീഷൻ? ഫസ്റ്റ് ഫിനാൻസ് കമ്മീഷന്റെ ചെയർമാനാണ് ശ്രീ KC നിയോഗി. Nomination of Rajya Sabha members by the President was taken from the Constitution of. അയർലൻഡിന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ഏത് കടമെടുത്തിരിക്കുന്നത്? രാജ്യസഭാ മെമ്പേഴ്സിനെ നോമിനേറ്റ് ചെയ്യുന്ന കാര്യം ബൈ ദ പ്രസിഡന്റ്. നോമിനേഷൻ ഓഫ് രാജ്യസഭാ മെമ്പേഴ്സ് ബൈ ദ പ്രസിഡന്റ് ആൻഡ് ദാറ്റ് വാസ് ടേക്കൺ ഫ്രം ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് അയർലൻഡ്. Agriculture is under which list? Agriculture is under state list. Who was the first speaker of Indian Parliament? Indian Parliamentന്റെ ആദ്യത്തെ സ്പീക്കർ ആണ് G.V. Mavlanka. The first woman judge in the Supreme Court was. First woman judge in Supreme Court. Supreme Courtലെ ആദ്യത്തെ വനിതാ ജഡ്ജി M. Fatima Bibi. 11th fundamental duty was added in which amendment? 11th fundamental duty was added in 86th amendment. നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു ഫണ്ടമെന്റൽ ഡ്യൂട്ടി 11th fundamental duty വന്നത് 86th ആണ്. The idea of election commissioner was borrowed from Britain. Election commissioner എന്ന ഐഡിയ കൊണ്ടുവന്നത് ബ്രിട്ടൻ. Emergency is declared under war or external aggression by which article? Emergency is declared under war or external aggression, Article 352. Article 352. How many ways are there to acquire Indian citizenship as per Act 1955? How many ways? 5 ways ആണ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ്, ഇന്ത്യൻ പൗരത്വം നേടാനായിട്ട് 1955 ആക്ട് പ്രകാരമുള്ളത്. 5 ways ആണ്, 5 മാർഗങ്ങൾ.
under which part the state has been defined. സ്റ്റേറ്റ്സിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഏത് പാർട്ടിലാണ്? പാർട്ട് സിക്സിലാണ് സ്റ്റേറ്റിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. The first non-confidence motion moved in the Lok Sabha after independence was in the year. ആദ്യത്തെ അവിശ്വാസ പ്രമേയം അല്ലെങ്കിൽ ആദ്യത്തെ നോൺ കോൺഫിഡൻസ് മോഷൻ മൂഡ് ഇൻ ദ ലോക്സഭ എപ്പോഴാണ്? 1963 in ലോക്സഭ. The president who issued more number of ordinances, ഏറ്റവും കൂടുതൽ ഓർഡിനൻസസ് ഇഷ്യൂ ചെയ്ത പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദ്. Constitution of India was adopted by Constituent Assembly in 26th November 1949. Constitution of India was adopted by Constituent Assembly in 26th November 1949. Supreme Court judge can hold the office up to the age of 65 years. സുപ്രീം കോടതി ജഡ്ജിന് എത്ര നാൾ അദ്ദേഹത്തിന്റെ സർവീസ് തുടരാൻ സാധിക്കും? 65 ഇയേഴ്സ് വരെയാണ്. അപ്പൊ ഇത്രയാണ് ഒരു 75 ക്വസ്റ്റ്യൻസ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെപ്പറ്റി കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.